നമ്മളിപ്പോൾ ഗോവയിലെത്തി. ഗോവ കർണാടകയിൽ നിന്ന് ഗോവ ബോർഡർ കടന്ന് ഇപ്പോൾ ഗോവയിലെത്തി. മൊള്ളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവും ഗോവേൻ്റെ. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ ശരിക്കും വണ്ടി നിർത്താൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് ഫയർ പ്രോൺ ഏരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വണ്ടി നിർത്തുന്നില്ല. പിന്നെ അതേപോലെ ഈ റോഡിൽ സ്പീഡ് ലിമിറ്റും ഉണ്ട്. 60 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു 20-21 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ പനാജി, പിന്നെ ഓൾഡ് ഗോവയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഫസ്റ്റ് എത്തുക. കന്നിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ രാംനഗർ എത്തുന്നവരെ ഫുള്ള് ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് ഉള്ളത്. അതിനിടയ്ക്കൊക്കെ നല്ല ആളുകളൊക്കെ ഉള്ള ജനവാസ മേഖലകൾ കാണാം. പക്ഷേ മേജറായിട്ട് നമുക്ക് ഫോറസ്റ്റ് റൂട്ടാണ് കിട്ടുക. പിന്നെ രാംനഗർ കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഫോറസ്റ്റ് റൂട്ട് തന്നെയാണുള്ളത്. ഇടയ്ക്കൊക്കെ ജനവാസ മേഖലകൾ ഉണ്ടെങ്കിലും മേജറായിട്ട് ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. പിന്നെ ഒരു ചുരം കിട്ടും, നല്ലൊരു വലിയ വയനാട് ചുരം പോലത്തെ ഒരു ചുരം കിട്ടാറുണ്ട്. ആ ചുരം ഇറങ്ങുന്നത് നേരെ മൊള്ളത്തേക്കാണ്. ഈ മൊള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദുൽസാഗർ വാട്ടർഫോൾസിലേക്ക് പോകാൻ അടുത്താണ്. ഞാൻ അങ്ങോട്ട് പോകാതിരുന്നതെന്ന് വെച്ചാൽ അത് ട്രക്കിങ് ചെയ്ത് പോകണം എന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിരുന്നത്. നമുക്കവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, 2 പെട്രോൾ പമ്പ് ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സഫ മസ്ജിദാണ് ഈ കാണുന്നത്. അവിടെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, സഫ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് ഇവിടെ ചോദിക്കാനാണെങ്കിൽ ആരും കാണുന്നില്ല. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുകയും ചെയ്തില്ല. ഫ്രണ്ട്സ്, ഇത് ഇവിടുത്തെ ഒരു ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഉള്ളിൽ കയറി വരുമ്പോഴത്തേക്ക് ശരിയാവുമോ എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഇവിടെ. പിന്നെ വരുന്ന വഴി ഇതാണ്. കുറേ സ്റ്റാളുകളും കുറേ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളം ഉണ്ട് കേട്ടോ, കണ്ടോ.